ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഉത്തമമിത്രം. സുദാമാവ് കൃഷ്ണനെ മിത്രമേ എന്ന് ഗുരുകുലത്തിൽ വെച്ച് വിളിച്ചു. കൃഷ്ണൻ പറഞ്ഞു, മിത്രമേ എന്ന് വിളിക്കുമ്പോൾ സൂക്ഷിക്കണം മിത്രമേ. കാരണം മിത്രം എന്നാൽ ഏതാപത്തിൽ നിന്നും സുഹൃത്തിനെ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിന്നെ മിത്രമേ എന്ന് വിളിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞതിൻ്റെ സാരം സഹപാഠി ശരിക്കും മനസ്സിലാക്കിയത് വർഷങ്ങൾക്കു ശേഷം. ഉത്തമ മിത്രമായിരുന്നു സഹപാഠികൾക്ക് സത്യൻ. സത്യൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ക്ലാസ്സിൽ ഡെസ്കും ബെഞ്ചുമുണ്ട്. ഒരു ബെഞ്ചിൽ 3 കുട്ടികൾക്ക് ഇരിക്കാം. സത്യൻ നടുവിൽ, ഇരുവശത്തും രമേഷും സുരേഷും. രമേഷ് ശിരസ്തദാരുടെ മകനാണ്. പരീക്ഷക്കാലമായി. രമേഷും സുരേഷും സത്യനെ സമീപിച്ച് പ്രാർത്ഥിച്ചു, സത്യ, പരീക്ഷയിൽ ഞങ്ങളെ സഹായിക്കണേ. സത്യനൊരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ശീലമില്ല. സത്യൻ്റെ പരീക്ഷാ നമ്പർ 6, സുരേഷിൻ്റെ 60, രമേഷിൻ്റെ 600. ഒരു തരത്തിലും പരീക്ഷയ്ക്ക് അടുത്തിരിക്കാനോ കോപ്പി അടിക്കാനോ സാധ്യമല്ല. കൂട്ടുകാരുടെ ഭയം അകറ്റി പരീക്ഷ എഴുതിക്കാനായി സത്യൻ ധൈര്യം പകർന്നു. എന്നെ വിശ്വസിക്കൂ, പരീക്ഷ എഴുതൂ, എല്ലാം ഞാൻ നോക്കിക്കോളാം. പരീക്ഷയായി. 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. 5 മിനിറ്റിൽ സത്യം സ്വന്തം കടലാസിൽ ഉത്തരമെഴുതി. പിന്നെ രമേശിൻ്റെ കൈപ്പടയിൽ മറ്റൊരു പേപ്പറിൽ ഉത്തരമെഴുതി. അതിനുശേഷം സുരേഷിൻ്റെ കൈപ്പടയിൽ ഉത്തരമെഴുതി. താൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പരീക്ഷ എഴുതി കഴിഞ്ഞ് എഴുന്നേൽക്കരുതെന്ന് നേരത്തെ സത്യൻ കൂട്ടുകാരെ ശട്ടം കെട്ടിയിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞു. ഉത്തരക്കടലാസ് അധ്യാപകർ ശേഖരിച്ചു തുടങ്ങി. കുട്ടികൾ എഴുന്നേറ്റു. സത്യൻ സാവധാനം 3 പരീക്ഷാ പേപ്പറും മേശപ്പുറത്ത് വെച്ചു. ആർക്കും ആ സൂത്രം മനസ്സിലായില്ല. 10ാം ദിവസം പരീക്ഷാഫലം വന്നു. സത്യനും രമേഷിനും സുരേഷിനും 1ാം ക്ലാസ്. അധ്യാപകർ അത്ഭുതത്തോടെ രമേഷിനോടും സുരേഷിനോടും ചോദിച്ചു, ഇത്രയും കൃത്യമായി നിങ്ങൾ എങ്ങനെ ഉത്തരം എഴുതി? അവർ തടിതപ്പിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ എഴുതി, പക്ഷെ ഇപ്പോൾ ഒന്നും ഓർക്കുന്നില്ല. തന്നെ സമ്പൂർണ്ണം ആശ്രയിച്ചവന് വേണ്ടി ഭഗവാൻ ഏതു നിയമവും മറികടക്കും. കാരണം നിയാമകൻ അവിടുന്നാണ്. സുദർശനത്താൽ സൂര്യബിംബം മറച്ചും തേർക്കളത്തിൽ തേർതളിച്ചും മാർക്കണ്ഡേയന് നിത്യയൗവനം നൽകിയും എത്രയോ തവണ ഭഗവാൻ താൻ തന്നെ കൽപ്പിച്ച നിയമങ്ങളെ മറികടന്നിട്ടുണ്ട്. ശരണാഗതി അടഞ്ഞവരെ പ്രഭുവല്ലാതെ ആര് സംരക്ഷിക്കും? 1940 മെയ് 23 ബുധനാഴ്ച. പുസ്തകം ഉപേക്ഷിച്ച് സത്യൻ തിരിച്ചു പോന്നു. രമേഷും സുരേഷും കരഞ്ഞുകൊണ്ട് പുറകെ ഓടി, രാജു, രാജു, ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ. ദൗത്യ നിർവഹണത്തിനായി തീരുമാനിച്ച വിഭുവിനെ അതൊന്നും സ്വാധീനിച്ചില്ല. വിരഹ ദുഃഖം താങ്ങാനാവാതെ ആ 2 കൂട്ടുകാരും മരിച്ചു. പിന്നീട് ജാഗ് ജിൽ എന്ന നായ്ക്കുട്ടികളായി ജനിച്ച് മൈസൂർ റാണി വഴി പർത്തിയിലെത്തി. ഭഗവാനാണ് അവർക്ക് ജാഗ് ജിൽ എന്ന് പേരിട്ടത്. രാത്രിയിൽ അവർ ഉറങ്ങാറില്ല. ഒരാൾ ഭഗവാന്റെ പാദത്തിൽ, മറ്റേയാൾ തലയ്ക്കടുത്തും കിടക്കും. ഒരിക്കൽ മൈസൂർ റാണിയുടെ ഡ്രൈവർക്ക് കർണാടക പള്ളിയിലേക്ക് വഴി കാണിക്കാനായി ഭഗവാൻ ജാക്കിനോട് പറഞ്ഞു. ജാക്ക് വഴി കാണിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. ഡ്രൈവർ അത്ഭുതപ്പെട്ടു. എങ്ങനെ ഒരു നായ വഴി കാണിക്കുന്നു? സ്വാമി അരുളി, നായല്ല, അതിനുള്ളിലെ അന്തര്യാമിയാണ്, ഈശ്വരനാണ് നിന്നെ വഴി കാണിക്കുന്നത്. അങ്ങനെ ജാക്ക് വഴി കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. കാറിനടിയിൽ കിടന്നുറങ്ങുന്ന നായയുടെ കാര്യം ഡ്രൈവർ ഓർത്തില്ല. കാർ അവൻ്റെ പിടുത്തുകൂടി കയറി. നട്ടെല്ല് ഒടിഞ്ഞു. ജാക്ക് തകർന്ന ശരീരവും വലിച്ച് ചിത്രാവതി നദി കടന്ന് വേദനയോടെ നിലവിളിച്ച് സ്വാമിയുടെ സമീപത്തേക്ക് യാത്രയായി. അലക്കുകാരൻ സുബ്ബണ്ണ ഈ കാഴ്ച കണ്ട് ഭഗവാൻ അരികിൽ ഓടിയെത്തി. സ്വാമി, ജാക്ക് നിലവിളിച്ചുകൊണ്ട് ഇഴഞ്ഞു വരുന്നു. സ്വാമി തിടുക്കത്തിൽ പുറത്തിറങ്ങി. വേദന കൊണ്ട് ഉറക്കെ കരഞ്ഞ ജാക്ക് ഭഗവത് പാദങ്ങളിൽ മുഖമമർത്തി അവസാന ശ്വാസം വലിച്ചു. ജാക്ക് മരിച്ചതിൽ പിന്നെ ജില്ല് ജലപാനം ചെയ്തില്ല. 3 ദിവസം കഴിഞ്ഞ് ജില്ലും ശരീരം വെടിഞ്ഞു. അവരുടെ ഭൗതിക ശരീരം ഭഗവാൻ അവിടെ സമാധിയിരുത്തി. ഇന്നും ആ സമാധി സ്ഥാനം കാണാം. സത്യന്റെ മൂത്ത സഹോദരൻ ഉപരിപഠനത്തിന് പോയ ശേഷം രാജു. അദ്ദേഹം സത്യന്റെ അലൗകിക പ്രവൃത്തികൾ പലരും പറഞ്ഞ് അറിഞ്ഞിരുന്നു. അതെല്ലാം മാനസിക പ്രശ്നങ്ങളായി അദ്ദേഹം കരുതി. അനുജനെ നിയന്ത്രിച്ചേ തീരൂ.
അല്ലെങ്കിൽ അവൻ്റെ ഭാവി ഇരുളടയും. മാത്രമല്ല, ശുദ്ധരായ ഗ്രാമീണർ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്യും. അങ്ങനെ സത്യനെ പറിച്ചു നട്ട് നന്നായി വളർത്താനുള്ള ശ്രമം ആരംഭിച്ചു. കടുപ്പ ജില്ലയിലെ കമലാപുരിയിലായിരുന്നു ശേഷമ്മയുടെ ഭാര്യാഗൃഹം. അങ്ങനെ ബുക്കപട്ടണത്തിലെ പഠനം തീർന്ന് സത്യനാരായണൻ കമലാപുരത്ത് താമസിച്ചു പഠിക്കാൻ തുടങ്ങി. കമലാപുരിയിലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ സത്യൻ എല്ലാവർക്കും പ്രിയങ്കരനായി. സരളനായ കുട്ടി, നല്ല അച്ചടക്കം, മധുരമായ ചിരി. അന്തരീക്ഷത്തിന് പോലും നോവാതെ മൃദുവായേ അവൻ സംസാരിക്കൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നു അധ്യാപകരിലും സുഹൃത്തുക്കളിലും സത്യനെക്കുറിച്ചുണ്ടായ അഭിപ്രായങ്ങൾ. ഒരിക്കൽ സത്യനാരായണന് ഒരു ശ്ലോകം ചൊല്ലേണ്ടി വന്നു. അത് കേട്ട് സദസ്സ് കോരിത്തെരിച്ചു. അതോടെ അവിടെ സത്യനാരായണൻ ഗായക പദവിയിലേക്ക് ഉയരുകയായിരുന്നു. സ്കൂളിലും നാട്ടിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ സത്യൻ പ്രാർത്ഥനാകാലം പാടിയേ തീരൂ എന്നായി. ആട്ടവും പാട്ടും മാത്രമായിരുന്നില്ല സത്യനാരായണന്റെ വിഹാരരംഗം. കായികമായി അധ്വാനിക്കുന്നതിലും കുട്ടി അതിശയകരമായ സാമർഥ്യം പ്രകടിപ്പിച്ചു. സ്കൂളിൽ സ്കൗട്ട് സംഘം ഉണ്ടായിരുന്നു. സത്യൻ കൂടി സംഘത്തിൽ ചേർന്നാൽ സ്കൗട്ട് സംഘം ഊർജ്ജസ്വലമാകുമെന്ന് അധ്യാപകൻ കരുതി. അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രേരണയ്ക്ക് വഴങ്ങി ഒടുവിൽ സത്യനാരായണനും സംഘത്തിൽ ചേർന്നു. അതോടെ സ്കൗട്ട് സംഘത്തിന് നവജീവൻ കിട്ടി. ക്രിയാത്മകമായ ധാരാളം കാര്യങ്ങൾ സംഘാംഗങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും സത്യനാരായണന് കഴിഞ്ഞു. സ്വീകരിക്കുന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി എന്തു ത്യാഗവും സഹിക്കണം എന്ന മഹത്തായ പാഠം കൂടി സത്യൻ സഹപാഠികളിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. പെദ്ദ വെങ്കപ്പരാജുവിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ്. സത്യന് ധരിക്കാനുണ്ടായിരുന്നത് ഒരേ ഒരു വസ്ത്രം. ദിവസവും അത് കഴുകി വൃത്തിയാക്കി ഉണക്കി ധരിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. കീറിയ വസ്ത്രത്തിൽ കുത്താൻ പിന്നുപോലും ഉണ്ടായിരുന്നില്ല. കള്ളിച്ചെടിയുടെ മുള്ളുകൾ സത്യനാരായണൻ പിന്നായി ഉപയോഗിച്ചു. പിഞ്ഞാണത്തിൽ കനലുകൾ വാരിയിട്ട് ചൂടാക്കി അത് ഇസ്തിരിപ്പെട്ടിയാക്കി ഉടുപ്പുകൾ ഇസ്തിരിയിട്ടു. സത്യനാരായണന്റെ ഈ അവസ്ഥ സഹപാഠികളിൽ ഒന്ന് രണ്ടു പേർക്ക് അറിയാമായിരുന്നു. ഒരു ദിവസം സത്യൻ ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് ഒരു സുഹൃത്ത് എത്തി. അവൻ്റെ കയ്യിൽ ചെറിയൊരു പൊതിയുണ്ട്. അവൻ അത് സത്യൻ്റെ സീറ്റിൽ വെച്ചു. പിന്നീട് ഒന്നും അറിയാത്ത പോലെ സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോവുകയും ചെയ്തു. സത്യനാരായണൻ എത്തി സീറ്റിലിരിക്കുന്ന പൊതി കണ്ടു. ഉദാസീന ഭാവത്തോടെ അതെടുത്തു നോക്കി. അതിലൊരു കുറിപ്പ്. നിസ്സംഗതയോടെ സത്യൻ വായിച്ചു: പ്രിയ സഹോദരന്, ഈ വസ്ത്രം തീർച്ചയായും ഉപയോഗിക്കണം. വളരെ സന്തോഷപൂർവ്വം തരുന്നതാണ്, പ്രിയ സുഹൃത്ത്. സത്യന് അത് വായിച്ചിട്ട് ഭാവഭേദം ഒന്നും ഉണ്ടായില്ല. മറ്റൊരു കുറിപ്പ് എഴുതി പൊതിയിൽ വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എഴുന്നേറ്റ് പോയി. സുഹൃത്ത് ആകാംക്ഷയോടെ പൊതിക്കെട്ടെടുത്തു. സത്യൻ്റെ കുറിപ്പ് വായിച്ചു: പ്രിയമുള്ളവനെ, സ്നേഹം നിലനിർത്തേണ്ടത് കൊടുക്കൽ വാങ്ങലുകളിലൂടെയല്ല. എനിക്കതിൽ ഒട്ടും താല്പര്യവുമില്ല. യഥാർത്ഥ സ്നേഹം ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒഴുകും. അതേ നിലനിൽക്കൂ. കൊടുക്കൽ വാങ്ങലിൽ വലിപ്പവും ചെറുപ്പവുമുണ്ട്. കൊടുക്കുന്നവൻ വലിയവൻ, വാങ്ങുന്നവൻ ചെറിയവൻ. ഇത്തരം ഭാവങ്ങൾ സ്നേഹബന്ധത്തെ തകർക്കും. അതുകൊണ്ട് ഇതെനിക്ക് സ്വീകരിക്കാനാവില്ല. പരിഭവിക്കരുത്. സ്നേഹപൂർവം, സത്യൻ. ഓം തത്സത്.